ഷിരൂരിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ മകന് വേണ്ടി അർജുൻ വാങ്ങിയ കളിപ്പാട്ടവും വസ്ത്രങ്ങളും കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്നും അസ്ഥിയുടെ ഭാഗവും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. ലോറിയിലെ പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളടക്കം ഈ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണു നനയിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് ഷിരൂരിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നലെ അർജുന്റെ ലോറി കണ്ടെത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അതിന് തുടർച്ചയായി ഈ ലോറി കരയിലേക്ക് റോഡിലേക്ക് കയറ്റുകയായിരുന്നു. പ്രത്യേകമായി എത്തിച്ച 3 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ലോറി കരയിലേക്ക് റോഡിലേക്ക് വലിച്ചു കയറ്റിയത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ ശരീരഭാഗങ്ങളടക്കം കണ്ടെത്തിയത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, കണ്ണ് നനയിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് ഷിരൂരിൽ കാണാൻ കഴിഞ്ഞത്. അർജുന്റെ മകൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടമടക്കം കണ്ടെത്തിയത് ഏറ്റവും വേദനയാർന്ന നിമിഷമായി മാറി. ഒപ്പം തന്നെ അർജുന്റെ ഫോണുകൾ, ബാഗ്, വസ്ത്രമൊക്കെ ഇന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഈ ലോറി പൂർണ്ണമായും കരയിലേക്ക് കയറ്റി പരിശോധന പൂർത്തിയായോ? ട്രക്ക് കരയിലേക്ക് 10:45 കൂടിയാണ് എത്തിച്ചത്. അതിനുശേഷം ആ ട്രക്ക് നേരത്തെ അർജുൻ എവിടെയാണോ വാഹനം നിർത്തിയിട്ടിരുന്നത് അതിൻ്റെ നേരെ എതിർവശത്തായി ഇപ്പോൾ റോഡിന് മുന്നിലേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഇതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയത്. മനു, ഇതേ സ്ഥലം നമുക്ക് നോക്കൂ. ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തിൻ്റെ നേരെ എതിർവശത്തെ റോഡിലാണ് ആ സമയത്ത് അന്ന് അപകടം നടക്കുമ്പോൾ വാഹനം നിർത്തിയിട്ട് അർജുൻ വിശ്രമിച്ചിരുന്നത്. അതിന് നേരെ എതിർവശത്തേക്ക് 72 ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ വാഹനം എത്തിച്ചിരിക്കുന്നു. പക്ഷേ അർജുൻ അതിലില്ല. അർജുൻ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനവും ഏറെക്കാലം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുവരാൻ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന വാഹനവും പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉള്ളത്. വാഹനത്തിന്റെ മേൽഭാഗം, ക്യാബിൻ ഭാഗം ക്രെയിൻ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയാണ് ഓരോ സാധനങ്ങളും പുറത്തെടുത്തത്. അതിൽ നിന്ന് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി. അതോടൊപ്പം തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ, അതോടൊപ്പം വ്യക്തിപരമായി അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കാൻ സാധിച്ചു. കണ്ണു നനയ്ക്കുന്ന കാഴ്ച അതിനിടയിൽ ഒന്നുണ്ടായത്. അർജുന്റെ കുട്ടിക്കായി വാങ്ങിച്ചിരുന്ന, വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടം ഈ വാഹനത്തിൽ സ്ഥിരമായി സൂക്ഷിച്ചിരുന്നു. ഒരു കളിപ്പാട്ടം, ഒരു വാഹനത്തിന്റെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടമായിരുന്നു കണ്ടെടുത്തത്. അതോടൊപ്പം അർജുന്റെ 2 മൊബൈൽ ഫോൺ കണ്ടെടുത്തു. അർജുൻ പതിവായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് വേണം എന്ന് കുടുംബം രാവിലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അർജുന്റെ ഓർമ്മകളുമായി ആ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് അർജുന്റെ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാബിൻ പൊളിച്ചു പരിശോധന നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ബാഗിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തു. വസ്ത്രങ്ങളെല്ലാം ജിതിനും, സഹോദരി ഭർത്താവ്, അതോടൊപ്പം അർജുന്റെ സഹോദരൻ അഭിജിത്തും എല്ലാം തന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ട്രക്കിന്റെ ഉടമയായ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഓരോ സാധനങ്ങളും എല്ലാം തന്നെ പരിശോധിച്ച് അത് അർജുന്റേതാണെന്ന് ഉറപ്പുവരുത്തി. ഈ ട്രക്കിന്റെ പരിശോധന അല്പസമയം മുമ്പാണ് 12:30 കൂടിയാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ആ സാധനങ്ങളെല്ലാം തന്നെ അതിൽ നിന്നവർ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം ട്രക്കുടമ മനാഫും ഉൾപ്പെടെയുള്ള ആളുകൾ, മുബീൻ, അതോടൊപ്പം അൽഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അതെല്ലാം ശേഖരിക്കുകയാണ്. വാഹനത്തിന്റെ RC ബുക്ക് ഉൾപ്പെടെ കണ്ടെത്തി. അർജുൻ അവസാനമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, നിരവധി വസ്തുക്കളാണ് കണ്ടെടുക്കാൻ സാധിച്ചത്. ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായും തകർന്ന് അമർന്ന നിലയിലായിരുന്നു. അത് ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിച്ച് പൊളിച്ചെടുത്താണ് ഇതിനകത്തുള്ള സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തത്. ഈ വാഹനത്തിന്റെ അവസ്ഥ നോക്കൂ. ഈ ടയർ പോലും തകർന്നു പോകുന്ന നിലയിലേക്ക്, പിൻവശത്തെ ടയർ പോലും തകർന്നു പോകുന്ന നിലയിലായിരുന്നു ഈ വാഹനം. കല്ലും അതോടൊപ്പം തന്നെ മരങ്ങളുമെല്ലാം പറിച്ച് അതിനിടയിൽ പെട്ട് അത് പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു. ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായും അമർന്നിരിക്കുകയായിരുന്നു. അതിന്റെ ലോഹഭാഗം പിന്നീട് അത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് പിന്നീട് അത് പൊളിച്ചെടുത്തത്. പൊളിച്ചെടുക്കുമ്പോഴായിരുന്നു അതിൽ അർജുന്റെ ബാഗ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ 2 മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഈ കളിപ്പാട്ടം, നേരത്തെ പറഞ്ഞ കളിപ്പാട്ടം കണ്ടെത്തിയത്. പാത്രങ്ങൾ, ഗ്ലാസുകൾ, ചീർപ്പ്, കണ്ണാടി ഉൾപ്പെടെ വ്യക്തിപരമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും, ഓരോ സാധനങ്ങളും ഈ കുടുംബാംഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ചെളി പുറഞ്ഞ നിലയിലായിരുന്നു. അതെല്ലാം തന്നെ വൃത്തിയാക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നതിന് അവരെല്ലാം തന്നെ ശേഖരിച്ചു. അർജുന്റെ വസ്തുക്കൾ ഒക്കെ കണ്ടെടുക്കുകയുണ്ടായി. അർജുന്റെ മൊബൈൽ ഫോൺ, അർജുൻ ആ വാഹനത്തിലുണ്ടായിരുന്ന പാത്രങ്ങൾ, ബാഗ്, വസ്ത്രങ്ങൾ ഒക്കെ കണ്ടെടുത്തു. ഏറ്റവും സങ്കടകരമായത് മകന് കൊടുക്കാനായുള്ള ഒരു കളിപ്പാട്ടം, ഒരു ലോറിയുടെ ചെറിയൊരു കളിപ്പാട്ടം കണ്ടെടുത്തതാണ് ഏറ്റവും കണ്ണ് നനയിക്കുന്ന ഒരു നിമിഷമായിട്ട് നമുക്ക് ആ സമയത്ത് തോന്നിയത്. 72 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ബാക്കിയാകുന്നത് ഈ പറയുന്ന കണ്ണീർ കാഴ്ചകൾ മാത്രമാണ്.